നിങ്ങളെല്ലാവരും അറിയുന്നത് പോലെ എല്ലാവർക്കും അറിവുള്ളതുപോലെ സർക്കാരിൻ്റെ പ്രതിനിധികളായി ഉദ്യോഗസ്ഥ ശൃംഖലകളിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലുമുള്ള ആളുകൾ അവരുമായിട്ടാണ് ചർച്ച നടത്തിയത്. കളക്ടറുടെ പ്രതിനിധിയായി സബ് കളക്ടർ ഉണ്ടായിരുന്നു, കോതമംഗലം DFO ഉണ്ടായിരുന്നു, തൊടുപുഴ DVSP ഉണ്ടായിരുന്നു, തഹസിൽദാരുണ്ടായിരുന്നു, മറ്റ് ബന്ധപ്പെട്ട ജൂനിയർ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 4 മണിക്കൂറിലധികമായി മോർച്ചറിയുടെ മുമ്പിൽ സമരം ചെയ്യേണ്ടി വന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടായിട്ടില്ല. സർക്കാരിൻ്റെ പ്രതികരണം വൈകിയതാണ് സമരത്തിലേക്ക് തള്ളിവിട്ടത്. ഇവിടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം, അതോടൊപ്പം തന്നെ ആ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഇത് രണ്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഈ രണ്ട് കാര്യത്തിലും യാതൊരു തരത്തിലുമുള്ള പ്രതികരണം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഉണ്ടാകാത്ത സ്ഥിതിയായി. ഇപ്പോൾ ചർച്ചയുടെ ഭാഗമായി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പ്, ഇപ്പോൾ ഇത് ജില്ലാ കളക്ടറുടെ ഉത്തരവാണ്. 4 ലക്ഷം രൂപ SDRF-ൽ നിന്നും കൊടുക്കാൻ ദുരന്ത നിവാരണ ഹെഡിൽ നിന്നും 4 ലക്ഷം രൂപ ജില്ലാ കളക്ടർ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് 4 ലക്ഷം രൂപ ആ കുടുംബത്തിന് നൽകാൻ. ബാക്കി 6 ലക്ഷം രൂപ ഗവൺമെൻറ് നൽകും എന്നുള്ള ഉറപ്പാണ് ചർച്ചയുടെ ഭാഗമായി പറഞ്ഞത്. അങ്ങനെ മൊത്തത്തിൽ 10 ലക്ഷം രൂപ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാര തുകയായി അനുവദിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് നൽകിയത്. അതോടൊപ്പം പ്രധാനപ്പെട്ട വിഷയം, മുള്ളരിങ്ങാട്ടെ മുഴുവൻ ആളുകൾക്കും പൂർണ്ണ സംരക്ഷണം. ചർച്ചയുടെ ഭാഗമായി അവിടെ കൂട്ടമായി ഉണ്ടായിരുന്ന ആനകളെ തുരത്തി ഓടിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുള്ള ഇതുവരെയുള്ള പ്രവൃത്തികൾ വിശദീകരിച്ചു. 3 ആനകൾ മാത്രമേ ആ പ്രദേശത്ത് അവശേഷിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. 18 ആന വരെ ഉണ്ടായിരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു. പക്ഷേ 3 ആനയായി അവശേഷിച്ചപ്പോഴാണ് 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ മരണപ്പെട്ടു. ഇപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികളാകെ മാറിയിരിക്കുന്നു. എല്ലാവരും ഭയാശങ്കയിലാണ്. സ്കൂളിൽ പോകാൻ നിർവാഹമില്ലാത്ത, അല്ലെങ്കിൽ ഒരു പൊതുകാര്യത്തിന് വേണ്ടി പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് മുള്ളരിങ്ങാട്ടുള്ളത് എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ട് ഇന്നുവരെ ചെയ്തിരുന്ന ഈ വന്യമൃഗങ്ങളെ തുരത്തി ഓടിക്കുന്ന പ്രവൃത്തിയിൽ കുറെ കൂടി കാര്യക്ഷമമായ ഒരു ഉറപ്പ് ലഭിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. അതിൻ്റെ ഭാഗമായി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നിന്നും ചെയ്യാൻ പറ്റാവുന്നതായി DFO പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, കൂടുതൽ ഉദ്യോഗസ്ഥ വിന്യാസം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയിൽ നാളെ മുതൽ ഉണ്ടാകും എന്നുള്ള ഒരു അഷുറൻസ് ആണ് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥൻ ചർച്ചയിൽ പറഞ്ഞത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോതമംഗലം DFOയുടെ കീഴിലുള്ള ഒരു RRT മാത്രമാണ് ഈ ആനകളെ തുരത്താൻ വേണ്ടി ഉള്ള ഉദ്യമത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ആ RRTയോടൊപ്പം 6 ഉദ്യോഗസ്ഥന്മാരാണ് RRT ടീമിലുള്ളത്. ബാക്കിയുള്ളത് മറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻ പരിഗണിച്ചുകൊണ്ട് കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ കൂടി നാളെ മുതൽ അവിടെ വിന്യസിക്കും എന്ന് ഉറപ്പു നൽകി. അതോടൊപ്പം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേഷൻ റവന്യൂ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി കൂട്ടിച്ചേർത്ത് കൂടുതൽ കാര്യക്ഷമത വരുത്തും എന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്.